എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലൂടെ ഇങ്ങനെ ബോധിപ്പിക്കുന്നു: നമുക്ക് വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സാരമില്ല എന്ന പദത്തിന് ഒരു പര്യായ പദം കൂടെ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ഇങ്ങനെ പറയും: നിസാരം എന്ന്. പൗലോസ് അപ്പോസ്തലൻ സാരമായ പലതിനെയും നിസാരമായി കണ്ടയാളാണ്. പക്ഷെ നമ്മളോ നിസാരമായ പലതിനെയും സാരമായി കാണുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കോലുകൊണ്ട് അടികൊണ്ടത് ഞാൻ സാരമില്ലെന്നെണ്ണുന്നു, കല്ലുകൊണ്ട് ഏറുകൊണ്ടത് ഞാൻ സാരമില്ലെന്നെണ്ണുന്നു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത് ഞാൻ സാരമില്ലെന്നെണ്ണുന്നു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത് ഞാൻ സാരമില്ലെന്നെണ്ണുന്നു, അണലിയുടെ കടിയേറ്റത് ഞാൻ സാരമില്ലെന്നെണ്ണുന്നു. ഇതൊക്കെ ഞാൻ സുവിശേഷം മുഖാന്തരം അനുഭവിച്ചതാണ്. അതുകൊണ്ട് എന്നിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇതൊന്നും എനിക്ക് സാരമില്ല എന്നെണ്ണുന്നു. പൗലോസ് അപ്പോസ്തലൻ സാരമായ പലതിനെയും നിസാരമെന്നെണ്ണുമ്പോൾ നമ്മൾ നിസാരമായ പലതിനെയും സാരമെന്നെണ്ണുന്നു എന്നുള്ളതാണ് നമ്മുടെ കുറവ്. ഇന്ന് പകൽക്കാലം സുവിശേഷം മുഖാന്തരം നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങളെ സാരമില്ലെന്നെണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സുവിശേഷ മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്ന സർവ്വ പ്രതികൂലങ്ങളും സാരമില്ല എന്നെണ്ണാൻ കർത്താവിനെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വെളിപ്പെടുവാനിരിക്കുന്ന നിത്യ തേജസ്സിനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെയും ഈ കാലത്തിലെ കഷ്ടങ്ങളൊക്കെ സാരമില്ല നന്ദി മുമ്പോട്ട് പോകുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. നീ അവിടുന്ന് എല്ലാവരെയും മാനിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.